നമസ്കാരം. ഞാൻ അഭിജിത്ത് പോലുളപ്പില് ഞാൻ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പട്ടിക്കാട് അടുത്ത് ചെമ്പൂത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു ചേട്ടനെ കാണാൻ വന്നാണ്. ആളുടെ പേര് വന്നിട്ട് ജയൻ എന്നാണ്. അപ്പൊ ആളുടെ മെയിൻ തൊഴിൽ വന്നിട്ട് കിണറൂത്താണ്. അപ്പൊ നിങ്ങക്ക് തോന്നാം ഈ കിണറൂത്തിന് എന്താ പ്രത്യേകത? അപ്പൊ ആ പ്രത്യേകത ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ് കേട്ടോ ഞാൻ. അപ്പൊ നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് ജയൻ ചേട്ടാ. ജയൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. കിണറിന്റെ ഉള്ളിൽ എപ്പോഴും ഈ സീസൺ ആയി പരിപാടി തുടങ്ങി വേനൽക്കാലം ഇപ്പൊ വെള്ളം കിട്ടേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഒരു 4 എണ്ണം കഴിഞ്ഞത് 5ാമത്തെയാണ്. അതെല്ലേ ഈ സീസണിൽ ഇപ്പൊ ഇറങ്ങുമ്പോ ഒരാൾ ഇറങ്ങുള്ളൂ. കിണറ്റില് ഞാൻ ആരും ഇറക്കാറില്ല. അതെ, ഒറ്റയ്ക്കാണ് കുത്ത. അത്ര പോലെ താഴ്ചയിലും ഒറ്റയ്ക്ക് കുത്ത, ഒരാളെ ഇറക്കാറില്ല. അതെല്ലേ. ഓക്കെ ഓക്കെ. ഇത് കണ്ടായി കിണറ് കണ്ടാള് ഒറ്റയ്ക്ക് കുത്തി സെറ്റ് ചെയ്ത കിണറാണ്. അതിന്റെ ഒരു ഫിനിഷിങ് കണ്ട നിങ്ങള്. ആളിത് ഇങ്ങനെ ഈ പണി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇത്രയും ക്ഷമയോടുകൂടെ മെല്ലെ മെല്ലെ ചെയ്യുന്ന ഒരു വർക്കാണ് ട്ടാ. അതാണ് ഇതിന്റെ ഈ പണിയുടെ പ്രത്യേകത തന്നെ. അതിനെ ചെത്തിയ ഫിനിഷ് ചെയ്തിട്ടാണ് ആള് ഈ വർക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് എത്ര നേരം എടുക്കും ചേട്ടാ ഒരു കിണർ കുത്തണമെങ്കിൽ? അല്ല, ഒരു കിണർ ഇപ്പൊ ഒരു 4 ദിവസം കൊണ്ട് ഒരു 6 കോലൊക്കെ താത്താൻ പറ്റും. അല്ല, നമ്മളിപ്പോ സാധാരണ എത്ര കോലൊക്കെ താത്തിയല്ല സാധാരണ വെള്ളം കാണാം നമുക്ക്? അത് ചില ഏരിയ അനുസരിച്ചിരിക്കും. ചിലടത്ത് 10 കോല് താത്തണം, ചിലടത്ത് 12 കോലാവും, ചിലടത്ത് ഇവിടെ 6 കോല് താത്തിപ്പോ വെള്ളമായി. അത് 4 ദിവസം കൊണ്ട് 6 കോല് താത്തി. പക്ഷെ എല്ലായിടത്തും നമുക്ക് 6 കോലിൽ വെള്ളം കിട്ടണമെന്നില്ലല്ലോ. ഇല്ല. ഓക്കെ ഓക്കെ. ഇതൊക്കെ പണി സാധനങ്ങളാണല്ലേ. ഇത് ഈ കോലുകളൊക്കെ എന്തിട്ട് സംഭവം? ഇത് അളവ് കോല്. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ശരി. വലിയ കോല് എന്തിനാ ഉപയോഗിക്കണമെന്ന് കാണിക്കുവോ? കാണിക്കാം. ഇതിപ്പോ നമ്മളിങ്ങനെ ക്രോസ് പിടിക്കാനുള്ള സാധനം 5 അടി വരുന്നത്. ശരി. ഇത് ഒരു കിണറാണ്. ഇതൊക്കെ നമ്മള് ഫുള്ള് താഴെ വരെ ഇതേ അളവിൽ തന്നെ ഇതേ അളവിന് ഈ വടി അങ്ങനെ ഇറക്കി താഴ്ത്തിക്ക് ഇറക്കി പോകും. അടി വരെ ഇറക്കി എങ്ങനെ വെച്ചാലും ഒരേ അളവായിരിക്കും. സൈഡിലേക്കും ഏത് സൈഡിലേക്കും വെച്ചാലും ആവും. ഇതിന് നമുക്ക് വേറെ മെഷീനറീസോ സാധനങ്ങളൊന്നുമില്ല, കൈപ്പണിയാണ്. ഫിനിഷ് കഴിയുമ്പോഴാണ്. അപ്പൊ ചെറിയ കോല് എന്തിനുള്ള? ചെറിയ കോല് നമ്മളെ ഒരു കോലാണ്. ഇത് 2 കാല അടി ഒരു കോല്. കറക്റ്റ് ഒരു കോലുക്ക് നമ്മള് പാമ്പേരി വെച്ച് പോകും. ഓ ശരി. ഓക്കെ ഓക്കെ. അതാണ് കാണുന്ന ഭംഗി തന്നെ. കറക്റ്റ് ഒരു കോലുക്ക് പാമ്പേരി വെച്ച് പോകും. ഓ ശരി. അപ്പൊ ഇതിപ്പോ എത്ര ദിവസത്തെ പണിയാട്ടാ? ഇതിപ്പോ 2 ദിവസത്തെ. 2 ദിവസം ഇപ്പൊ തുടങ്ങിയിട്ടില്ല. 2ാമത്തെ ദിവസം തുടങ്ങിയിട്ടില്ല. 2ാമത്തെ ദിവസം കൊണ്ട് ഉച്ചയാവില്ല. ഇവിടെ വെയിലധികം ഇല്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് അപ്പൊ വൈകുന്നേരം എത്ര മണി വരെ പണിയും? 4:30 വരെ. 4:30 പണി. രാവിലെയോ? ഒരു 8 മണിയാകുമ്പോ ഇറങ്ങും ഞങ്ങള്. അതെല്ലേ. ഒരു 4:30 ശരിക്കും ഇതിന്റെ നേരം എന്നിട്ട് ഈ വൈകുന്നേരം വരെ കിണർ കൂട്ടി അതിന്റെ വില വല്ല ഇതൊക്കെ ഇങ്ങനെ കലാപരിപാടികളോ കാര്യങ്ങൾ എല്ലാവരും വല്ല വന്നിരിക്കുമ്പോ നമ്മളിങ്ങനെ ഒരു നേരം പോക്കിന് വേണ്ടിട്ട് ഓരോന്നിങ്ങനെ അതല്ലേണ്ടിരിക്കും. ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാൻ പറ്റും. നമ്മള് ഈ അക്ഷരങ്ങൾ വെച്ചിട്ടേ ക മ പ സ ഉ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ മാത്രം കൂട്ടിച്ചേർത്തിട്ട് നമ്മള് എല്ലാ വാക്കുകളിലും ഫസ്റ്റത്തെ അക്ഷരം ഇപ്പൊ ഊ വെച്ചിട്ടാന്ന് വെച്ചാൽ ഊ മാത്രമായിരിക്കും. അതായത് എല്ലാ ഫസ്റ്റത്തെ അക്ഷരം വെച്ചിട്ട് പുതിയ പേരിക്കും. അതെ, നിസ്സാരം പറയാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഊ വെച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നേട്ടാ. ഓക്കെ ഓക്കെ. ഊ എന്ന അക്ഷരം ഉലകത്തിന്റെ ഉത്തമമായ അക്ഷരം. ഊ ഉള്ളത് കൊണ്ടാണ് ഉലകവും ഉരുണ്ടിരിക്കുന്നത്. ഊരിനെ ഉജ്ജ്വലമാക്കാൻ ഉജാലത്തെ ചുടുപ്പിട്ട് ഊർജ്ജത്തിന് ഊന്നൽ കൊടുത്ത് ഉരുട്ടി മാറ്റിയത് മൂവിലാണ്. ഊർജ്ജത്തിന്റെ ഉടായ്പിൽ ഉന്നത സ്ഥാനത്തിരുന്ന് ഉത്തരം പറഞ്ഞ് ഉമ്മൻചാണ്ടിയും ഊരാക്കുടുക്കിൽപ്പെട്ട് ഉള്ളുന്ന ഉദ്യോഗസ്ഥരും മൂവിലാണ് ഉള്ളത്. ഉരുട്ടി എഴുതിയിൽ ഉഗ്രനായിരിക്കും, ഉത്തമമായിരിക്കും. ഉഗാണ്ടയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. ഉണ്ണികൾ സ്കൂളിൽ ഉറിയും മൂഞ്ഞാലും ഉരലും മുലക്കയും ഉരുവിട്ട് ഊട്ടി ഉറപ്പിച്ചതാണ്. ഉയർച്ചയാണ്, ഉയർത്തിവിട്ടത് ഉപഗ്രഹങ്ങളാണ്, ഉദ്ദേശിച്ചത് ഉന്നതികളാണ്. ഉണ്ട കാണാതെ ഉരുണ്ട് കളിക്കുന്ന ഉന്നതന്മാരും ഉണ്ടയെ കുറിച്ച് ഉന്നതകാല അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്ന് ഉസ്താദ്മാർ ഉന്നയിച്ചത് മൂവിലാണ്. ഊക്കൂട്ട് ഉടായ്പുണ്ടാക്കിയാൽ ഉണ്ട തിന്നണമെന്നുണ്ട്. ഉന്നതന്മാർ ഉണ്ട ഉരുട്ടാതെ ഊരി പോകാറുമുണ്ട്. ഉള്ളതെല്ലാം മൂവിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉദയവും ഉച്ചയും വിഷസന്ധിയും ഉപ്പയും ഉമ്മയും ഉറ്റവരും ഉടയവരും ഉത്സാഹവും ഉന്മേഷവും ഉന്മാദവും ഉത്കണ്ഠയും ഉത്തരങ്ങളും ഉദാഹരണങ്ങളും ഉന്നം വെച്ചത് ഊന്നൽ കൊടുത്തതും മോഹിച്ചെടുത്തതും ഉണ്ടതും ഉടുത്തതും ഉറങ്ങിയതും മൂലാണ്. ഉറക്കം ഉഷാറാവണമെങ്കിൽ ഉച്ചയൂണ് കഴിഞ്ഞ് ഉറങ്ങണം. ഉടുതൂണ് ഉടുത്തിരത്തുണ്ടാവണമെന്നിൽ ഉറക്കം ഉണർന്നു കഴിഞ്ഞാണ്. അപ്പൊ ഇത് മറക്കാണ്ട് നമുക്ക് ഇതെങ്ങനെ പറയാൻ പറ്റുന്ന ഈ വേടുകൾ? നമുക്ക് 4 അക്ഷരം അടുപ്പിച്ച് പറഞ്ഞ പതിവ് നമ്മളെ പറഞ്ഞു പോകും. അതൊരു രസത്തിന് വേണ്ടിട്ട് വേറെ ഒന്നുമില്ല. അല്ല, നമ്മൾ ഈ ഒറ്റയ്ക്ക് കിണർ കുത്തുമ്പോ വല്ല നേരം പോക്ക് വേണ്ടല്ലോ. ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ കുത്തി കൊടുക്കണേ? അല്ല, ഇത് നമ്മൾക്ക് വഴി അതിലൊക്കെ പോയി ചെയ്യാം. അതിന് നമുക്ക് താമസ സൗകര്യം, അതേപോലെ തന്നെ നമ്മൾക്ക് അങ്ങോട്ടുള്ള വണ്ടിക്കൂലി, ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി, ബാക്കിയുള്ളത് ബാക്കി നമ്മുടെ സാധാരണ കൂലിയില്ല. ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് അതിന്റെ
താമസ സൗകര്യമൊക്കെ വേണ്ടേ? അല്ല, അവിടെ ചെന്നിട്ട് നമ്മൾ മണ്ണ് നോക്കിയിട്ട് അതിന്റെ റേറ്റ് പറയും. ആ റേറ്റ് ഓരോ മണ്ണ് ഇപ്പൊ കട്ടി കൂടിയ മണ്ണിന് പണി കൂടുതലാണല്ലോ അല്ലെ? അപ്പൊ ആ റേറ്റ് പറഞ്ഞ് നമ്മൾ എടുക്കും. അപ്പൊ അതിന് അവര് ചെയ്യേണ്ടത് വെച്ചാല് നമുക്ക് താമസ സൗകര്യം കൂടുതൽ പോണോ അങ്ങോട്ടുള്ള വണ്ടി കൂലി അത്രയും കാര്യങ്ങൾ സെറ്റ്. നമുക്കിതിപ്പോ ഒരു കോല് കുത്തണമെങ്കിൽ എന്ത് ചെലവ് സാധാരണ രീതിയിൽ എത്ര പൈസ ആവും ചേട്ടാ? ഇതിപ്പോ നമുക്ക് ഇവിടങ്ങളിലൊക്കെ ഇപ്പൊ ഒരു 4000 രൂപയ്ക്ക് കോലിന്. ഓക്കെ, അത് 7 കോല് കിണറ്. 7 കോല് കിണറ് ഒരു നല്ല മുറുക്കളൊക്കെ 4000 രൂപ, 3500 ആ റേഞ്ചില് നിൽക്കുന്നത് ഒരു കോലുമേ. ഇതുപോലെ ഇതിപ്പോ വെട്ടുകല്ല് ടൈപ്പ് അല്ലേ? ഇതിപ്പോ വെട്ടുകല്ല്. ഇതിനൊക്കെ ആണെങ്കിലോ ഇതിന് 3500 രൂപ. ഇതിന് 3500 ഒരു കോലിനല്ലോ. ഇതിലും കടുപ്പുള്ളതുണ്ട്, കാടക്കണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരു ചോന്ന പോലത്തെ കല്ലല്ലേ? ഒരു കറുത്ത വെള്ളം ഇതുപോലെ തന്നെ ഒരു ചങ്കല്ല് പോലെ. ശരി. അപ്പൊ അതിനൊക്കെ നമ്മൾ എത്ര മേടിക്കുക? അതിനൊക്കെ 4000 രൂപ കോലിന്. 4000 രൂപ വരും അല്ലേ? അത് നമ്മൾ ഇതേമാതിരി ഫിനിഷ് ചെയ്ത് ഇത്രയും ഭംഗിയാക്കിട്ട് ചെയ്ത് കൊടുക്കും. കാശുകളാക്കി ലക്ഷങ്ങൾ മുടക്കി വീട് പണിയുമ്പോ അതിന്റെ മുമ്പില് നല്ലൊരു ഭംഗിയിലൊരു കളർ വേണ്ട. കിണറില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അതായത് ഒരു വീടിന്റെ അലങ്കാരം തന്നെ കിണറാ. അപ്പൊ ആരും വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്ഭുതപ്പെടുന്ന രീതിയിലാണ് നമ്മള് മേശയും കൊണ്ട് അത് എന്തുകൊണ്ട് ചെയ്തെന്ന് തോന്നിക്കും പണി കഴിയുമ്പോ. ഫിനിഷിങ് കണ്ടിട്ട് എന്താ ഫിനിഷിങ്, അതിന്റെ മിനുക്ക് പണിയുണ്ടോ? അത്ര ഫിനിഷിങ്ങൾ നമ്മൾ ചെയ്യാം. അത് നല്ല വൃത്തിയായിട്ടാണ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ ക്ഷമ വേണ്ട ഒരു പണിയാണിത്. ഇപ്പൊ ചിലപ്പോ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ വിളിക്കാൻ സാധ്യത കേട്ടാ. അത് നമ്മൾ പുറത്ത് പോയി പണിയുന്നതിന് ഇതൊക്കെയാണ് ഡിമാൻഡ് അല്ലേ? ഇത്ര ഡിമാൻഡ് നമ്മുടെ. അപ്പൊ നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരാള് വിളിക്കുമ്പോ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ഇൻഫർമേഷൻസ് തരണ്ടേ കിണറിനെ പറ്റി? പറയണത് നമ്മൾ അവിടെ പോയി നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? ഈ സംഭവം നമുക്ക് ചെറിയൊരു നിർദ്ദേശം കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാന്ന് പറയില്ല. അപ്പൊ നേരിട്ട് കണ്ടാലാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇത് മാത്രമല്ല ഞാൻ ചെയ്യാം, ഞാൻ ഈ ഇടിഞ്ഞു കിടക്കണ കിണറുകളൊക്കെ ഓട് കെട്ടി കൊടുക്കും. ഓ ശരി, ഓട് വെച്ച് കൊടുക്കും. ഇപ്പൊ ഒരു 2 കോല് ഇടിഞ്ഞു കിടക്കാന്ന് വെച്ചോ അടിഭാഗം. അപ്പൊ ഈ അടിഭാഗം നമ്മള് ഓട് ഭംഗിയായിട്ട് അടക്കി ഭംഗിയായിട്ട് കെട്ടി നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുക്കും. അതല്ല ഒരു കാരണവശാലും അനങ്ങാത്ത രീതിയിൽ. ഓ ശരി, അത്രയും ഭംഗിയായിട്ട്. അപ്പൊ നമ്മള് ഈ ഓട് കെട്ടിയ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോ നല്ല വെള്ളമായിരിക്കും. ഇല്ല, ഓട് കെട്ടി കിണറ്റില് നല്ല ഫിൽറ്റർ ചെയ്ത പോലത്തെ വെള്ളം. നമ്മള് മണ്ണിനെ നമ്മള് അലക്കും. കണ്ടോ 3 കോല് താഴ്ചന്നാണ് ഇത്രയും മണ്ണ് കയറി വരുന്നത്. 4 കോല് ഞാൻ ഒറ്റയ്ക്ക് പറിച്ചിട്ട് ആളെ വിളിക്കാറ്. 2 ദിവസം കൊണ്ട്. അതെ അല്ലെ? 4 കോല് പറിക്കും ഒറ്റയ്ക്ക്. ഇവിടെ കാലിന്റെ അവസ്ഥയാണ്. കാലിന്റെ മുട്ടിന്റെ മേളിന്ന് പ്രശ്നമായി. ഇപ്പൊ ഈ തള്ളവരിൽ മാത്രം മുട്ടുള്ളൂ. ഈ തള്ളവരിൽ മാത്രം നേരെ നിൽക്കുള്ളൂ അല്ലേ? ഇത് വെച്ചിട്ട് അത്ര 21 കോല് താഴ്ച കുത്തിയിട്ടുണ്ട്. 21 കോല് താഴ്ച 21 കോല് മുതുവറ. അതല്ലേ ജയൻ ചേട്ടൻ കുത്തി ഫിനിഷ് ചെയ്തൊരു കിണറാണ്ടത്. അതിന്റെ വൃത്തി നമുക്ക് കാണാം. ഇത് ഫുള്ള് പണി കഴിഞ്ഞ കിണറാണ്. ഏകദേശം 7 കോല് താഴ്ചയോളം ഉണ്ട്. ഇടയ്ക്ക് പാറയൊക്കെ വന്നിട്ട് അതിനൊക്കെ നിർത്തി ഇതിന്റെ ഫിനിഷിങ് വർക്ക് കണ്ട എന്ത് രസമായിട്ടാ ചെയ്തിരിക്കണ. സൈഡൊക്കെ എന്ത് മിനുസായിട്ട് ആ സംഭവം വർക്ക് ചെയ്ത് കണ്ട. അതാണ് ആളുടെ ഒരു വർക്കിന്റെ ഗുണം. അപ്പൊ ഞാൻ തന്നെ വന്ന് അതിശയപ്പെട്ടു പോയി കണ്ടിട്ട്. ഇത്രയും രസമായിട്ട് ഇത് കണ്ട ഇവിടെ കട്ടി കൂടി കല്ല് വന്നപ്പോ അതൊരു വ്യത്യസ്തമായൊരു ഡിസൈനായി മാറി. ഇവിടെ ആ കല്ലിന്റെ ഒക്കെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടാവും. അപ്പൊ ജയൻ ചേട്ടന്റെ കിണർ പണി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്ന് ജനങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ ജയൻ ചേട്ടന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത്രയും ഫിനിഷിങ്ങോട് കൂടെ ഉത്തരവാദിത്തോടു കൂടിയാണ് ആള് ചെയ്തു കൊടുക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ ഞാൻ മേടിക്കുന്ന പൈസക്ക് ഞാൻ ഇത്രയും പണിയുള്ളൂ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല കേട്ടോ. അത്രയും ഉത്തരവാദിത്തോടു കൂടെ ഒരു വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആളെ കിണർ കുത്താനും മറ്റും പണി ഏൽപ്പിക്കാം. അപ്പൊ ആളുടെ വർക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ആളെ കോൺടാക്ട് ചെയ്യാം.